ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അലയൊലികളൊക്കെ നമ്മുടെ കാതിൽ മുഴങ്ങുമ്പോൾ ഗൗരവമാർന്ന ചില വിഷയങ്ങളിലേക്കും അതിനിടെ ചില വളപ്പൊട്ടലുകളും ഒക്കെ പരിശോധിക്കുന്ന ഈ പരിപാടി തുടരുകയാണ്. ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി നടക്കുമ്പോഴാണ് ഈ ചർച്ച വന്ന് കോൺഗ്രസിലാണ് ഈ ചർച്ച ഉയർന്നു കേട്ടത്. അടുത്ത മുഖ്യമന്ത്രി, അതായത് UDF അധികാരത്തിൽ വന്നാൽ അടുത്ത മുഖ്യമന്ത്രി ആരാകണം? രമേശ് ചെന്നിത്തല തന്നെയാകണം മുഖ്യമന്ത്രി എന്ന രീതിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ അതുപോലെ മുൻ സ്പീക്കറുമായ PJ കുര്യൻ ഒരു കാര്യം പറഞ്ഞു. ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ഭിന്നമായ അഭിപ്രായങ്ങൾ ഒരുപാട് വരുമെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഇതിന് മറുപടിയായി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് VD സതീശന്റെ പ്രതികരണം പ്രതിപക്ഷ നേതാവിൻ്റെതായി വന്നത്. ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് താനില്ല എന്ന് രമേശ് ചെന്നിത്തല പ്രതികരിക്കുകയും ചെയ്തു. നമുക്ക് ആദ്യം ഇവരുടെ പ്രതികരണങ്ങളൊന്ന് കാണാം. ആദ്യം PJ കുര്യന്റെ. എന്തായാലും മെയ് 9-ാം തീയതി നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. രമേശിന്റെ വലത്ത് വർഗീസ് സ്വാമി ഇരിക്കുന്നത് പോലെ അസംബ്ലിയിൽ രമേശിന്റെ വലത്ത് വർഗീസ് സ്വാമി എന്നായിരിക്കും. അതിന് ഞാൻ പറഞ്ഞല്ലോ, വളരെ അനുകൂലമായ സാഹചര്യം പശ്ചാത്തലം നമ്മൾ ഒന്നിച്ച് നീക്കണം. ഇതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് വരിക, കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം ഒരു പുതിയ ഗവൺമെന്റ് വരിക എന്നുള്ളതാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകത്തിലും ചെയ്തതുപോലെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ആരഭിപ്രായം പറഞ്ഞാലും കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ രീതിയുണ്ട്. അഭിപ്രായം പറയുന്നൊന്നും ഒരു തെറ്റുമില്ല. ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയല്ലേ. ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കുന്നത് പറയാൻ പറ്റുമോ ഞങ്ങളുടെ പാർട്ടിയിൽ? രമേശ് ചെന്നിത്തല സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ടാണ് നമ്മുടെ PJ കുര്യൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്. എന്തായാലും കോൺഗ്രസ് ക്യാമ്പുകളിൽ വീണ്ടും ഇങ്ങനെ ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ള ഇതിലുള്ള ചർച്ച ചെറുതായിട്ടെങ്കിലും ഉയർന്നു കേൾക്കാൻ ഇതിന് കാരണമായി. ഷെവീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരുകയാണ് ഈ പരിപാടിയിൽ. ഷെവീദ്, ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ശരിക്കും ഇന്ന് എന്താണ് സംഭവിച്ചത്? ഈ കോൺഗ്രസ് പ്രവർത്തകരിലും അനുഭാവികളിലും ഇത് ചെറുതായിട്ടെങ്കിലും ഒരു അലയൊലി ഉണ്ടാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറുതായിട്ടല്ല, കാര്യമായിട്ടുള്ള അലയൊലികൾ കോൺഗ്രസിനകത്ത് ഇത് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, മുൻപ് കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ തന്നെ നമ്മൾ താക്കോൽ, അതിനുശേഷം നടന്ന ഈ താക്കോൽ സ്ഥാന വിവാദവും അതിനെ ചൊല്ലിയുടെ തലവേദനയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ തിരുവല്ലയിലെ ഒരു പൊതുയോഗത്തിൽ വെച്ചാണ് രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തി PJ കുര്യൻ, അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം തങ്ങൾ ജയിക്കും, അതിനുശേഷം മുഖ്യമന്ത്രിയാവുക രമേശ് ചെന്നിത്തലയാണ് എന്ന് പറഞ്ഞത്. അതിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ K സുധാകരന്റെ ഒരു മാധ്യമ അഭിമുഖത്തിൽ നമ്മൾ കണ്ടതാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് K സുധാകരനും പറഞ്ഞു. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്നുള്ള കാര്യം ഓൺ ചെയ്ത് പരസ്യമായി രംഗത്തെത്തി. എന്നാൽ ഇക്കാര്യത്തിലെ കോൺഗ്രസിന് തന്നെ അറിയാം, ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കിയാൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ഏത് വിധത്തിലാണെന്ന് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നീട് KC വേണുഗോപാലാണെങ്കിലും VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ആ ചർച്ച വഴിതിരിച്ചുവിടാനുള്ള ഒരു നീക്കം നടത്തിയത്. അതിൽ തന്നെ KC വേണുഗോപാലിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. VD സതീശൻ പറഞ്ഞത് പാർട്ടിക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രൊസീജിയറൊക്കെ ഉണ്ട്, അതിനുശേഷം അക്കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ തീരുമാനമെടുക്കും എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയാകട്ടെ പൂർണ്ണ അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ PJ കുര്യനെയോ K സുധാകരനെയോ ഒന്നും ഈ ഘട്ടത്തിൽ ഓൺ ചെയ്യാൻ കഴിയില്ല. ഓൺ ചെയ്ത് വെറുതെ പുലിവാല് പിടിക്കേണ്ട എന്ന ഒരുപക്ഷെ അദ്ദേഹവും കരുതിക്കാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന്റെ അണികൾക്കിടയിൽ അതേപോലെ തന്നെ അവരുടെ നേതാക്കൾക്കിടയിൽ ഈ വിഷയം കാര്യമായ ചർച്ചയായിട്ടുണ്ട്. പ്രതിപക്ഷം നേരത്തെ തന്നെ കോൺഗ്രസിനെതിരെ ഉയർത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് ജയിച്ചാൽ കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ള ചോദ്യം. അതിൽ KC വേണുഗോപാലും VD സതീശനും ചെന്നിത്തലയും ഒക്കെ ടേം അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാകുമോ എന്ന സരസമായി ചോദിച്ച CPM നേതാക്കളെയൊക്കെ നമുക്കറിയാം. ഏതായാലും അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, ഇന്നലെ PJ കുര്യൻ അടക്കം രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഈ മുഖ്യമന്ത്രി വിവാദം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഷെവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.